പാലക്കാട് കോങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. വിരണ്ടോടിയ ആന വീടുകളിലേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ തളയ്ക്കുന്നതിനിടെയാണ് അപകടം. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ആനയ്ക്ക് നേരത്തെ മദപ്പാടുണ്ടായിരുന്നതാണോ? എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെയോടുകൂടിയാണ് പാലക്കാട് കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞത്. പകൽ ശീവേലിക്കിടെയാണ് ആന ഇടഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ഈ ആന ജനവാസ മേഖലയിലേക്ക്, അതായത് വിരണ്ടോടിയ ആന വീടുകളിലേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ തളക്കുന്നതിനിടെയാണ് പാപ്പാന് ആനയുടെ ചവിട്ടേറ്റത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പാപ്പാൻ മരിച്ചുവെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. പരിക്കേറ്റ പാപ്പാനെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായിട്ടില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, നിലവിൽ ആനയെ ഇതുവരെ തളക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സ്ക്വാഡും പാപ്പാന്മാരും തളക്കാനുള്ള ശ്രമം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഈ ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള രാമൻ എന്ന പാപ്പാനെയാണ് ആന ചവിട്ടിക്കൊന്നിട്ടുള്ളത്. സ്വാതി, റഹീം, ആ വിരണ്ടോടിയ ആനയെ തളയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ആശങ്ക പരത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ആന ജനവാസ മേഖലയിലേക്കാണ് ഇപ്പോൾ ഓടിക്കയറിയിരിക്കുന്നതും അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പരിഭ്രാന്തിയിലാണോ? എന്താണ് അവിടെ ഒരു നടപടികളായിട്ടൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ആനയെ തളയ്ക്കാൻ? തീർച്ചയായും, കാരണം എലിഫന്റ് സ്ക്വാഡും അതേപോലെ തന്നെ പോലീസും ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും വിരണ്ടോടിയ ആനയെ ഇതുവരെ തളക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ജനവാസ മേഖല, അതായത് വീടുകൾക്ക് സമീപത്തേക്കാണ് ആന ഓടിയത്. അതിനാൽ തന്നെ ഓടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ആനയെ തടയാൻ വേണ്ടി തളക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാനെ ആന ചവിട്ടി കൊലപ്പെടുത്തിയത്. എന്തായാലും ആനക്ക് മതപ്പാടുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം വിശദമായി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആന ഇടയുന്നത്. തുടർന്ന് പാപ്പാനെ ചവിട്ടി കൊല്ലുകയായിരുന്നു. എന്തായാലും പാപ്പാന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആനയെ തളക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതി, സച്ചിൻ, ഈ ക്ഷേത്രോത്സവത്തിനിടെ ആണ് ഈ ഒരു ആന ഇടഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ മറ്റ് ഉത്സവ സംബന്ധമായിട്ടുള്ള പരിപാടികളിലൊക്കെ ആനയെ എത്തിച്ചിരുന്നോ? ആ സമയത്തൊക്കെ ആന ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു അപകടകാരിയാണ് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിരുന്നോ? ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ ഈ ഒരു സമയത്ത്? സ്വാതി, നിലവിൽ അത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാരും പോലീസും അതേപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡെല്ലാം ആനയെ അളക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആനക്ക് മതപ്പാടുണ്ടോ, അല്ലെങ്കിൽ ആന മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ എഴുന്നള്ളിപ്പിന് മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആനയെ തളക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതി, പാലക്കാട് കോങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞു എന്നുള്ള വാർത്ത വരുന്നത്. പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. വിരണ്ടോടി ആന വീടുകളിലേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ തളയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന ജനവാസ മേഖലയിലേക്കാണ് ഓടിയത് എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യം കൂടിയാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യത്തിൽ വ്യക്തമാണ് വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ആന ഓടിയതും അവിടെയാണ് ആന ഇപ്പോൾ നില ഉറപ്പിച്ചിരിക്കുന്നതും. സച്ചിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സച്ചിൻ, നിലവിൽ എന്താണ് വിവരം ലഭ്യമാകുന്നത്? അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അധികൃതർ അതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണോ? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്.